ഹലോ. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടി പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങണം. പിന്നെ ഗാർഡനിലൊന്ന് പോകണം. അവിടെയാണ് ഞങ്ങൾ പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കണം. പോണ വഴിക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി. ഞങ്ങൾ കൊയിലാണ്ടി പോകുന്നത് മേപ്പയൂർ കൊയിലാണ്ടി റൂട്ടിലാണ് പോകുന്നത്. ഇത് ഞങ്ങൾ അധികം അങ്ങനെ പോകലില്ല. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇവിടെ ഇടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്. നല്ല സമാധാനമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഇതൊരു പാലമാണ്. ഇത് ഞങ്ങൾ പോണ വഴിക്കുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൻ്റെ പേര് നെല്ലിയാടി പാലം എന്നാണ്. നമ്മുടെ മുത്താമ്പി പാലത്തിൻ്റെ അതേപോലെ തന്നെയാണ് നെല്ലിയാടി പാലം. ഇതുവഴി ഞങ്ങൾ അധികം വരാറില്ല. പക്ഷേ വരുമ്പോഴത്തേക്ക് ഇതുവഴി ബോട്ടൊക്കെ പോകുന്നതാണ്. ഹൗസ് ബോട്ടൊക്കെ ഇതുവഴി പോകുന്നതുണ്ട്. ഇടയ്ക്കൊക്കെ പോകുന്ന കാണാറുണ്ട്. പക്ഷേ ഞങ്ങൾ കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഉച്ച സമയമായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഭയങ്കര ഒരു വെയിൽ പോലെ കാണുന്നത്. വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല സ്ഥലമാണ്. ഇവിടെ ഒരുപാട് മീൻ പിടിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവലുണ്ട്. മീനൊക്കെ കിട്ടലുമുണ്ട്. ഇവിടെ എൻ്റെ അപ്പുറത്തൊരു സ്റ്റോപ്പിൽ മീൻ കൊടുക്കലുണ്ട്, പുഴ മീൻ കൊടുക്കലുണ്ട്. അപ്പോൾ ഇത് പോണ വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ നല്ല ഉത്സവങ്ങളൊക്കെ കാണാറുണ്ട്. വലിയ വലിയ ആനകളൊക്കെ വരുന്നതാണ്. പിന്നെ ഇത് ബൈപ്പാസാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ എനിക്കിവിടം വരുന്നത് ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് വണ്ടി വരുന്നത് നമ്മൾ കാണൂല. അപകടം നടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇത് ലെവൽ ക്രോസ് ആണെന്ന് അറിയാമല്ലോ. ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിർത്താറുണ്ട് കുറച്ച് നേരം. ഈ ട്രെയിൻ എപ്പോൾ ഞാൻ ഇതുവഴി വരണേൻ്റെ ഒന്നും പോകാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡൻ. നമ്മുടെ കൊയിലാണ്ടി ടു കണ്ണൂർ പോകുന്ന റോഡിൽ പിഷാരിക്കാവിൻ്റെ അടുത്തായിട്ട് വരുന്നൊരു ഗാർഡനാണ്. എല്ലാ ചെടികളും ഇവിടുന്ന് കിട്ടാറുണ്ട്. പച്ചക്കറി വിത്തായാലും പൂക്കളായാലും പഴവർഗ്ഗ മരങ്ങളായാലും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. എല്ലാം ചിലതിൽ കായും ഉണ്ടാവാറുണ്ട്. കണ്ടല്ലേ, നല്ല തെങ്ങൊക്കെ, നല്ല തെങ്ങുകൾ, ചെന്തെങ്ങുണ്ട്, സാധാരണ തെങ്ങുണ്ട്, ചെറിയ വാഴകൾ, ടിഷ്യൂ വാഴകളൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ മറ്റേ ഇലവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ്. ഇലഭംഗി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സസ്യങ്ങളാണ് ഇവിടെ കുറച്ച് അധികം ഉള്ളത്. പിന്നെ ഇത് മരങ്ങൾ, വലിയ വലിയ മരങ്ങളാവുന്നതാണ്. ബഡ് മരങ്ങളാണെന്നാണ് പറയുന്നത്. ഞാൻ മരമൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഇവിടുന്ന് വിത്തുകൾ മാത്രമേ വാങ്ങാറുള്ളൂ. പൂക്കളുള്ള ചെടി വിത്തൊന്നും വാങ്ങാറില്ല. ഇത് തന്നെ ഞങ്ങൾ ചെടി ടെറസിൻ്റെ മണ്ടയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് വെയിലുള്ളത്. താഴെ വെച്ച വെയിലൊന്നുമില്ല. അതുകൊണ്ട് ഞാനതൊന്നും വാങ്ങില്ല. അപ്പോൾ ഇതൊക്കെ കോളിഫ്ലവറിൻ്റെ വിത്താണ്, തക്കാളി വിത്താണ്, പച്ചമുളകുണ്ട്, റെഡ് ലേഡി പപ്പായയുടെ വിത്തൊക്കെ ഇവിടെ കാണലുണ്ട്. അപ്പം ഞാനിവിടുന്ന് വിത്തിൻ്റെ മുളപ്പിച്ചതൊന്നും വാങ്ങില്ല, വിത്ത് വാങ്ങലുണ്ട്. മുളപ്പിച്ച് വാങ്ങിയാൽ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ വണ്ടിയിലല്ലേ വരുന്നത്, പിടിക്കാനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിത്ത് വാങ്ങിക്കൊണ്ടുപോകും. വിത്ത് എല്ലാം മുളയ്ക്കലുമുണ്ട്. ഞാൻ നട്ടേക്കുന്ന അത്രയും ഞാൻ വിത്ത് വാങ്ങി നട്ടതാണ്. ഇതൊക്കെ പിന്നെ വലിയ വലിയ മരങ്ങളാകുന്നതാണ്. ഈ പൂ കണ്ടില്ല, ഒരു റോസാപ്പൂ. ഞാൻ കണ്ടോ, അടിപൊളി റോസാപ്പൂവാണ്. നല്ല ഭംഗിയില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു, ഇപ്പോൾ കൊണ്ടുവന്നതായിരിക്കും ഇവർ. പിന്നെ നല്ല പൂക്കളുള്ളത്. ഇവിടെ തന്നെ പച്ചക്കറി കൃഷി ഒരുപാടുണ്ട്. കോളിഫ്ലവറൊക്കെ വലിയ കായായി ഉള്ളതൊക്കെ ആ സൈഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കളറ് ഭയങ്കര നല്ല കളറാണ്. ഈ ഫോണിൽ കാണുമ്പോൾ അത്ര കളറില്ലെങ്കിലും നല്ല അടിപൊളി കളറാണ് ഇതിന്. നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തായാലും വാങ്ങാൻ തോന്നുന്ന ഒരു കളറാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് വിത്തും വാങ്ങി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഗ്രോ ബാഗൊക്കെ വാങ്ങാറുള്ളത്. അങ്ങനെ കണ്ടില്ലേ, എനിക്കിഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണ് ഈ ഉണ്ടെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ബോണ്ട പറയും. കായപ്പം, ഇവിടെ കായപ്പം എന്നാണ് പറയുക. ഒരു ചായയും കായപ്പം ഒക്കെ കഴിച്ചു. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു കടയാണ്. ഇവിടെയാണ് ഞങ്ങൾ സാധാരണ പണ്ട് വരലുണ്ടായിരുന്നത്. ഇവിടെയാണ്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് കൊയിലാണ്ടി പേരാമ്പ്ര റൂട്ടിൽ പോകുന്ന റോഡാണ്. ഇവിടെ ഈ സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഒരു കനാലൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട്. ഇത് ഇത്തിരി ഉച്ച സമയം ആയതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര വെയിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പച്ചക്കറി വാങ്ങുന്ന അരിക്കുളം ഒരു പച്ചക്കറി കടയാണ്. പച്ചക്കറിയും പിന്നെ സൂപ്പർ മാർക്കറ്റും കൂടെയാണ്. ഇവിടുന്നാണ് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങൽ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. ടാറ്റാ.